വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിന്നെത്തിയടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി. Welcome friends to iLlama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow. നാവില് നമ്മൾ ഈ അടുക്കളയിൽ തിരക്കിട്ട് ചായയൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ അറിയാതെ ഒരു ചെറിയ തേങ്ങാക്കൊത്ത് താഴേക്ക് വീഴുന്നു എന്ന് കരുതുക. നിങ്ങളപ്പോൾ എന്താവും ചെയ്യുക? മിക്കവാറും അതൊരു വേസ്റ്റ് ആണെന്ന് കരുതി നമ്മളത് അടിച്ചുവാരിക്കളയും. അല്ലെങ്കിൽ വെറുതെ കാലുകൊണ്ട് തട്ടി എവിടെങ്കിലും മൂലയിലേക്ക് മാറ്റും, അല്ലേ? അതെ, തീർച്ചയായും. നമുക്കത് വെറും ഒരു ശല്യമാണ്, അല്ലെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു വെറും പാഴ്വസ്തു. പക്ഷേ നമ്മൾ ഉപേക്ഷിക്കുന്ന ആ ഒരു ചെറിയ തരി കണ്ടെത്താൻ വേണ്ടി, എന്താ പറയാ, കിലോമീറ്ററുകൾ താണ്ടി ജീവൻ പണയം വെച്ചെത്തുന്ന ഒരാളുണ്ടവിടെ. ശരിയാണ്. ആ തേങ്ങാക്കൊത്ത് അവനെ സംബന്ധിച്ച് വെറും ഒരു ഭക്ഷണമല്ല, മറിച്ച് സ്വന്തം വരും തലമുറയെ മുഴുവൻ വലിയൊരു പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ജീവാമൃതമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ കാലിനടിയിൽ നമ്മൾ പോലും അറിയാതെ നിത്യവും നടക്കുന്ന ഈ വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. വിജയലക്ഷ്മിയുടെ സീതാദർശനം എന്ന സമാഹാരത്തിലുള്ള വംശം എന്ന അതിമനോഹരമായ കവിതയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. തീർച്ചയായും. നമ്മുടെയൊക്കെ വീടുകളിൽ നിത്യവും കാണുന്ന ഒരു ചെറിയ ഉറുമ്പിന്റെ ജീവിതത്തെ ഒരു വലിയ ഇതിഹാസ യാത്രയായി ഈ കവിത മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു ജീവിയുടെ ലോകത്തേക്ക് കവി ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കുകയാണ് ശരിക്കും. അതെ അതെ, അവിടെ വെറുമൊരു ഉറുമ്പിനെയല്ല നമ്മൾ കാണുന്നത്, മറിച്ച് അതിജീവനത്തിനും സ്വന്തം സമൂഹത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി വിശ്രമമില്ലാതെ പോരാടുന്ന ഒരു യഥാർത്ഥ പോരാളിയെയാണ്. ശരിയാ. കാഴ്ചപ്പാടുകൾ, അതായത് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെ മാറുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാഴ്ചപ്പാടിന്റെ മാറ്റം കവിതയുടെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമാണല്ലോ. ഒരു ദിവസം രാവിലെ കടുത്ത വിശപ്പാൽ വലഞ്ഞ ഒരു ഉറുമ്പ് അടുക്കളയുടെ മൂലയിലെത്തുന്ന രംഗമാണല്ലോ കവി ആദ്യം വരച്ചു കാണിക്കുന്നത്. അതെ. പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിന്നെത്തിയടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി. അവിടെ പാതകത്തിന്മേൽ തെറിച്ചു വീണ ആ ചെറിയ തേങ്ങാക്കൊത്ത് അതിന് ലഭിക്കുകയാണ്. എനിക്കിവിടെ തോന്നിയ ഒരു വലിയ കൗതുകമെന്താണെന്ന് വെച്ചാൽ, ഒരു ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു തേങ്ങാക്കൊത്തെന്ന് പറയുന്നത് അതിന്റെ ശരീരഭാരത്തേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒന്നാണല്ലോ. തീർച്ചയായും. എന്നിട്ടും വളരെ അനായാസമായി, എന്താ പറയാ, ഒരു പൂവെടുക്കുന്ന ലാഘവത്തോടെ അതാ വലിയ ഭാരവും ചുമന്നു നടന്നു നീങ്ങുകയാണ്. ആ ഉറുമ്പ് ഇത് ചെയ്യുന്നത് സ്വന്തം വിശപ്പടക്കാൻ വേണ്ടി അല്ല. കവിതയിലെ ഏറ്റവും നിർണായകമായൊരു വരി അവിടെയുണ്ട്. പോവുകയാ നാറുകാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി പേമഴക്കാലത്ത് സ്വാദുവാമീത്തരി സോദരർക്കൊത്താസ്വദിക്ക നല്ലു. വരാനിരിക്കുന്നൊരു വലിയ ദുരന്തത്തെ, അതായത് ഭക്ഷണം തീരെ ലഭിക്കാത്ത ഒരു പേമഴക്കാലത്തെ അത് മുൻകൂട്ടി കാണുകയാണ്. ഓഹോ, അപ്പോ തന്റെ സഹോദരങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരരുത് എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ കഠിനാധ്വാനം മുഴുവൻ എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ,
തനിക്കിപ്പോ കിട്ടിയ ആ ഭക്ഷണം അവിടെ വെച്ച് തന്നെ തിന്ന് സ്വന്തം വിശപ്പടക്കാൻ ആ ഉറുമ്പിന് തീർച്ചയായും കഴിയുമായിരുന്നു. എന്നിട്ടും അത് ചെയ്യാതെ വരും തലമുറയ്ക്കു വേണ്ടി അത് മാറ്റിവെക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു ജീവി അതിന്റെ അടിസ്ഥാനപരമായ ചോദനയായ ആ വിശപ്പിനെ നിയന്ത്രിച്ചുകൊണ്ട് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണിവിടെ. ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു വെറും ഇര തേടൽ എന്ന് വിളിക്കാത്തത്. മൃഗങ്ങളായാലും മനുഷ്യരായാലും ആദ്യം നോക്കുന്നത് സ്വന്തം വിശപ്പാണല്ലോ. അതെ അതെ, ഏത് ജീവിയായാലും ആദ്യം സ്വന്തം കാര്യമല്ലേ നോക്കൂ. തീർച്ചയായും. പക്ഷേ ഇവിടെ ഈ ചെറിയ ജീവി തനിക്ക് ലഭിച്ച ആ വലിയ നിധി സ്വന്തമായി അനുഭവിക്കുന്നതിന് പകരം സ്വന്തം വംശത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു. അവിടെ ആ ഉറുമ്പ് വെറുമൊരു പ്രാണിയല്ലാതെ മാറുകയാണ് അല്ലേ? സ്വന്തം ജീവനേക്കാൾ വംശത്തിന്റെ നിലനിൽപ്പിന് പ്രാധാന്യം നൽകുന്ന ഒരു പോരാളിയുടെ തലത്തിലേക്ക് അത് ശരിക്കും ഉയരുകയാണ്. അതെ, ആ തേങ്ങാക്കൊത്ത് അവരുടെ വംശത്തിന്റെ ജീവന്റെ തുടിപ്പാണ്. വരും കാലത്തേക്കുള്ള ഒരു യഥാർത്ഥ ഇൻഷുറൻസ് പോളിസിയാണത്. അത് കേൾക്കുമ്പോൾ ശരിക്കും ആ ഉറുമ്പിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നുണ്ട്. എന്നാൽ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ടിതിൽ. എന്താണത്? ചോദിക്കൂ. ഇത്രയും വലിയൊരു ഭാരവും ചുമന്ന് പട്ടിണിയും സഹിച്ചു പോകുന്ന ഒരു ജീവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് വളരെ ക്ഷീണിതനായ വലഞ്ഞിഴയുന്ന ഒരു രൂപത്തെയാണല്ലോ. ശരിയാണ്, ആർക്കായാലും അങ്ങനെയാണല്ലോ തോന്നുക. പക്ഷെ കവി ആ ഉറുമ്പിന്റെ രൂപത്തെ വർണ്ണിക്കുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളൂ. എണ്ണ പുരട്ടിയതുപോലെയുള്ള മുഖത്തെ ഗൗരവം, എള്ളുമണി പോലെയുള്ള ശരീരത്തിന്റെ സൗകുമാര്യം, പിന്നെ ആ മറ്റാർക്കുമില്ലാത്ത ഇത്തിരി പോന്ന ഇടുപ്പിന്റെ ഭംഗി. അതെ, ഈ ഒതുങ്ങിയ ശരീരം നിരന്തരമായ അധ്വാനശീലം കൊണ്ടും നൃത്തച്ചുവടുകൾ പോലെയുള്ള നടത്തം കൊണ്ടുമാണോ ഉണ്ടായത് എന്ന് കവി ചോദിക്കുന്നുണ്ടല്ലോ. ഇത്രയൊതുങ്ങിയതധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ, ദാരുവിൽ നിന്നേ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിത നോക്കി നിൽപ്പൂ. ഒരു പട്ടിണിക്കാരനായ ഭാരം ചുമക്കുന്ന തൊഴിലാളിയെ ഒരു നർത്തകിയെപ്പോലെ വർണ്ണിക്കുന്നത് ശരിക്കും ഇതിലൊരു വൈരുദ്ധ്യമല്ലേ? ഒറ്റനോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നാം. എന്നാൽ അവിടെയാണ് കവിയുടെ ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണം ഒളിഞ്ഞിരിക്കുന്നത്. കവി ആ സൗന്ദര്യത്തിന് പിന്നിലെ വളരെ ദാരുണമായ ഒരു യാഥാർത്ഥ്യത്തെ വരച്ചു കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളൂ. അപ്പോൾ അത് വിശ്രമമില്ലാത്ത കഠിനാധ്വാനത്തിന്റെ ബാക്കി പത്രമാണല്ലേ? രാവും പകലുമില്ലാതെ വേല ചെയ്ത് ഒടുവിൽ മരിച്ചു പോകുന്ന പാവം ജീവിയാണത് എന്ന് കവി ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ആ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും പട്ടിണിയുടെയും സമർപ്പണത്തിന്റെയും അടയാളമാണ്. ഓ, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഭയങ്കര സങ്കടകരമായ ചിത്രമാണ്. അതായത് നമ്മൾ പുറമേ കാണുന്ന ആ താളാത്മകമായ നടത്തവും ശാരീരിക ഭംഗിയുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു വലിയ വേദനയുടെ പ്രതീകമാണ്, അല്ലേ? അതെ, നമ്മൾ മനുഷ്യരുടെ ഇടയിലും ഈ അവസ്ഥ കാണാറില്ലേ? വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന തൊഴിലാളികളുടെ പേശീബലം കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ശരിയാ. പക്ഷേ ആ ശരീരഘടന അവർക്ക് ലഭിച്ചത് അവരനുഭവിക്കുന്ന കടുത്ത ശാരീരിക അധ്വാനം കൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറേയില്ല. വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. കവി ഈ ഉറുമ്പിനെ ഒരു വലിയ പ്രതീകമായിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കേവലം ഒരു ഉറുമ്പിന്റെ മാത്രം കഥയല്ല, അല്ലേ?
ലോകത്ത് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ സ്വന്തം സുഖങ്ങൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളുടെയും പ്രതിനിധിയാണത്. അതെ, വിശ്രമമില്ലാത്ത അധ്വാനത്തിലൂടെ രൂപപ്പെടുന്ന ഒരു പ്രത്യേകതരം സൗന്ദര്യമുണ്ട്. അത് സമർപ്പണത്തിന്റെ സൗന്ദര്യമാണ്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് കവി നമ്മെ ശരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശരി, ഇവിടെ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചതിനു ശേഷം കവി പറയുന്നുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ ഭംഗി മരത്തിൽ, അതായത് ദാരുവിൽ കുത്തിവെക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതെ, പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഉറുമ്പിനെ അവിടെ നിന്ന് തുടച്ചു നീക്കുന്നത് ഒരു പാപമാണെന്ന് കരുതി കവി മടിച്ചു നിൽക്കുകയാണ്. നമ്മൾ മനുഷ്യർക്ക് പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങളോട് എപ്പോഴും ഒരുതരം ഉടമസ്ഥതാ മനോഭാവമുണ്ടല്ലോ. ആര് ജീവിക്കണം, ആര് മരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ. തീർച്ചയായും. നമ്മുടെ ഒരു ചെറിയ സൗകര്യത്തിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും നമ്മൾ ശല്യമായി കരുതി ഇല്ലാതാക്കും. എന്നാൽ കവി ഇവിടെ ആ ഉറുമ്പിന്റെ ജീവിത ലക്ഷ്യമെന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് അത് വെറുമൊരു ശല്യക്കാരനല്ല, മറിച്ച് തന്റെ സമൂഹത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നാണോ? അതെ, ഒരു വലിയ സപ്ലൈ ചെയിനിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തൊഴിലാളിയാണ് ആ ഉറുമ്പ്. ആ തൊഴിലാളിയെ ഇല്ലാതാക്കുക എന്നു പറഞ്ഞാൽ ആ ഉറുമ്പിനെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനു തുല്യമാണ്. വാവ്, അതൊരു ഗംഭീരമായ ചിന്തയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ശല്യക്കാരൻ പെട്ടെന്നൊരു ജീവദാതാവായി മാറുകയാണിവിടെ. അതെ, ആ അധ്വാനത്തെ, ആ സമർപ്പണത്തെ ഒരു കാരണവുമില്ലാതെ ഇല്ലാതാക്കുന്നത് ഒരു പാപമായി കവിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ഒരു ജീവിയുടെ ഉള്ളിലെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനോട് സ്വാഭാവികമായും ഒരു ബഹുമാനം ജനിക്കുമല്ലോ. തീർച്ചയായും. അവിടെ പിന്നെ അതിനെ കൊല്ലാൻ നമുക്കൊരിക്കലും കഴിയില്ല. ശരി, ആ ഉറുമ്പിന്റെ ലക്ഷ്യവും അതിന്റെ രൂപത്തിനു പിന്നിലെ യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള അതിന്റെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. കവിതയുടെ അവസാന ഭാഗത്ത് ശരിക്കും ഇതിന്റെ വളരെ മനോഹരമായൊരു വിവരണമുണ്ട്. അതെ, ഈ ഭാരമുള്ള തേങ്ങാക്കൊത്തും വഹിച്ച് ഉറുമ്പ് ജനൽ കടന്ന് മുറ്റത്തേക്കിറങ്ങുന്നൊരു ദൃശ്യം അവിടെയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഏതൊരു ഹോളിവുഡ് സർവൈവൽ സിനിമയെ വെല്ലുന്ന ഒരു വലിയ യാത്രയാണിത് എന്നാണ്. തീർച്ചയായും ഒരു വലിയ സാഹസിക യാത്ര തന്നെയാണിത്. നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നീലക്കാടു ചുറ്റി, വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരങ്കല്ലിൻ്റെ ചോടു ചുറ്റി. അവിടെ കവിയുടെ ഭാഷാപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. എനിക്കിവിടെ ഒരു സംശയമുള്ളതെന്താന്ന് വെച്ചാൽ, ഈ പൂവാങ്കുരുന്നില, നീലക്കീഴാർനെല്ലി, മുക്കുറ്റി തുടങ്ങിയ നാടൻ ചെടികളുടെ കൃത്യമായ പേരുകൾ കവി എന്തിനാണ് എടുത്തു പറയുന്നത്? വെറുതെ മുറ്റത്തുകൂടി നടന്നുപോയെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതൊരു നല്ല ചോദ്യമാണ്. അതായത് ഒരു ചെറിയ മൈക്രോ ഇക്കോസിസ്റ്റമുമായി ബന്ധിപ്പിക്കുകയാണോ കവി ഇതിലൂടെ ചെയ്യുന്നത്? കൃത്യമായി പറഞ്ഞാല് അതുതന്നെയാണ് കവിയുടെ ഉദ്ദേശം. ആ ചെടികളുടെ പേരുകൾ അവിടെ വെറുതെ ഉപയോഗിച്ചതല്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവിന്റെ യഥാർത്ഥ മാന്ത്രികത കിടക്കുന്നത്. ഈയൊരു അനുകമ്പ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിനായി ആഹാരം സമ്പാദിച്ചു മടങ്ങുന്ന ആ ഉറുമ്പിന്റെ യാത്രയെ നമുക്കൊന്ന് ഫോളോ ചെയ്യാം. നമ്മുടെയൊക്കെ വീടുകളിലെ സാധാരണ മുറ്റം ഇവിടെ അതിവിശാലമായ ഒരു കാവ്യലോകമായി, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വലിയ യുദ്ധഭൂമിയായി മാറുന്നത് നമുക്ക് കാണാം. ഇവിടെ കവി നമ്മുടെ കാഴ്ചപ്പാടിന്റെ സ്കെയിൽ തന്നെ പൂർണ്ണമായും മാറ്റുകയാണ്. വഴിയിൽ കിടക്കുന്ന വെറുമൊരു വെള്ളാരങ്കല്ല് നമുക്കൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ആ കൊച്ചു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളമോ മറികടക്കാൻ നിൽക്കുന്ന വലിയൊരു വൻമലയാണത്. ആ ജീവിയുടെ ലോകം എത്രത്തോളം വലുതും പ്രതിസന്ധികൾ നിറഞ്ഞതുമാണെന്ന് ഈ വരികൾ നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. ആ ഉറുമ്പിന്റെ ആ വലിയ സാഹസിക യാത്ര നമുക്കൊന്ന് നോക്കാം. അത് ആദ്യം ജനൽപ്പടി വളരെ പതുക്കെ കടക്കുന്നു, പിന്നെ മുറ്റത്തെ പൂവാങ്കുരുനിലകളുടെ വലിയ കാട് ചുറ്റുന്നു, ആ വൻമല പോലെയുള്ള വെള്ളാരങ്കല്ല് വലം വയ്ക്കുന്നു, പൂത്തുനിൽക്കുന്ന മുക്കുറ്റികൾക്ക് താഴെക്കൂടി യാത്ര ചെയ്ത് ഒടുവിൽ തന്റെ കോട്ടയായ സുരക്ഷിതമായ മൺകൂനയിലതെത്തിച്ചേരുകയാണ്. ഒരു മഹാകാവ്യത്തിലെ വീരനായകന്റെ യാത്ര പോലെ തന്നെ തോന്നും ഇത് കേൾക്കുമ്പോൾ, അല്ലേ? അതായത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മുക്കുറ്റിയും പൂവാങ്കുരുനിലയുമൊക്കെ മുറ്റത്ത് നിൽക്കുന്ന വെറും ചെറിയ കളകളാണല്ലോ. നമ്മളത് ചവിട്ടിമെതിച്ച് നടന്നുപോകും. അതെ, അതുപോലെ ഒരു ചെറിയ വെള്ളാരങ്കല്ല് എന്നത് നമുക്ക് വെറുതെ തട്ടിമാറ്റാൻ പോകുന്ന ഒരു നിസ്സാരവസ്തി മാത്രമാണ്. എന്നാൽ ആ ഭാരവും ചുമന്നു പോകുന്ന ഉറുമ്പിന്റെ ലോകത്തേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കൂ.
ആഹാ, ഉറുമ്പിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ ചെറിയ വെള്ളാരങ്കല്ല് മറികടക്കാൻ അതിയായ ബുദ്ധിമുട്ടുള്ളൊരു വലിയ ഹിമാലയ പർവ്വതം പോലെയാണല്ലേ? തീർച്ചയായും. ആ മുക്കുറ്റിയും പൂവാങ്കുരുന്നിലെയുമൊക്കെ വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ കൊടുങ്കാടാണതിന്. കവി ഇവിടെ നമ്മെ പിടിച്ച് ആ ഉറുമ്പിന്റെ ലോകത്തേക്ക്, അതിന്റെ തലത്തിലേക്ക് ശരിക്കും ഇറക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മനുഷ്യന്റെ ആ ഒരു അഹങ്കാരത്തോടെയുള്ള നോട്ടത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ ഏറ്റവും ചെറിയ ബിന്ദുവിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണാൻ കവി നമ്മെ നിർബന്ധിക്കുകയാണ്. അതെ, നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണല്ലോ. ശരിയാ. പക്ഷേ നമ്മുടെ മുറ്റത്തെ ആ ചെറിയ പുല്ലുകൾക്കിടയിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു വലിയ ഭൂഖണ്ഡം തന്നെയുണ്ട്, അല്ലേ? തീർച്ചയായും. അവിടെയാണ് ആ ഉറുമ്പ് ഒരു ഇതിഹാസ നായകനാവുന്നത്. ഇത്രയും വലിയൊരു കാടും മലയും താണ്ടി തന്റെ ശരീരത്തിന്റെ പല മടങ്ങ് ഭാരമുള്ളൊരു നിധിയും ചുമന്നുകൊണ്ടാണല്ലോ അത് യാത്ര ചെയ്യുന്നത്. എന്നിട്ടും കവി അതിനെ വിളിക്കുന്നത് ആയാസമില്ലാത്ത ചുമട്ടുകാരി എന്നാണ് കേട്ടോ. നീലക്കിഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്കു മൺകൂന കോട്ട പറ്റി ആകത്തിരക്കിട്ടകത്തേക്കു പോകയാ നായാസമില്ലാ ചുമട്ടുകാരി. ഇതാണ് കവിതയുടെ ഏറ്റവും മനോഹരമായ അവസാന ചിത്രം. എത്ര ദൂരം താണ്ടിയിട്ടും എത്ര അധ്വാനിച്ചിട്ടും ഒട്ടും ക്ഷീണമില്ലാതെ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്ന ആ ഉറുമ്പിനെ കവി വിളിക്കുന്നത് ആയാസമില്ല ചുമട്ടുകാരി എന്നാണ്. തനിക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന മഴക്കാലത്ത് തന്റെ ഒരു വംശത്തിന്റെ മുഴുവൻ ജീവനും നിലനിർത്താനുള്ള ഭാരമാണ് യാതൊരു പരാതിയുമില്ലാതെ അവൾ താങ്ങുന്നത്. ഇത്രയും ഭാരവും പ്രതിസന്ധികളും ഉണ്ടായിട്ടും യാതൊരു ക്ഷീണവും കാണിക്കാതെയാണത് പോകുന്നത്. അതെ, ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിലെ തടസ്സങ്ങളെ അവൾ എത്ര അനായാസമാണ് തന്റെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്നത് എന്ന് കവി അത്ഭുതപ്പെടുകയാണ് അവിടെ. ശരിക്കും ആ മൺകൂനക്കോട്ട അല്ലെങ്കിൽ ഉറുമ്പിൻ പുറ്റു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ ഒരു വലിയ നഗരം തന്നെയാണ്. ആ നഗരത്തിന്റെ നിലനിൽപ്പാണ് ഈ ഒറ്റ ഉറുമ്പിന്റെ യാത്രയിൽ അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും. നമ്മളെപ്പോഴും നമ്മുടെ ഉയരത്തിൽ നിന്നാണല്ലോ ലോകത്തെ കാണുന്നത്. ഒന്നങ്ങോട്ട് കുനിഞ്ഞു നോക്കിയാൽ നമ്മൾ മുറ്റത്ത് കാണുന്ന ആ ചെറിയ ലോകത്ത് ദിവസവും ഇത്തരം എണ്ണമറ്റ ഇതിഹാസ യാത്രകൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശരിയാ. ഈ യാത്രയുടെ വിവരണം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോകുന്ന പർവ്വതാരോഹകരെയാണ്. അവരുടെ യാത്രയെക്കുറിച്ച് നമ്മൾ വലിയ പുസ്തകങ്ങൾ എഴുതുന്നു, സിനിമകൾ എടുക്കുന്നു. അതെ, മനുഷ്യരുടെ കാര്യത്തിൽ നമ്മളത് വലിയ ആഘോഷമാക്കാറുണ്ട്. പക്ഷേ യാതൊരു ക്യാമറ കണ്ണുകളുടെയും അകമ്പടിയില്ലാതെ, ആരും അറിയാതെ ഇതുപോലുള്ള ആയിരക്കണക്കിന് പർവ്വതാരോഹകർ എല്ലാ ദിവസവും നമ്മുടെ മുറ്റത്ത് തങ്ങളുടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്നുണ്ടല്ലോ. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. മനുഷ്യന്റെ നേട്ടങ്ങളെ മാത്രം ആഘോഷിക്കുന്ന നമ്മൾ പ്രകൃതിയിലെ മറ്റു ജീവികളുടെ അതിജീവന പോരാട്ടങ്ങളെ തീരെ വിലമതിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെ, ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവിക്കും അതിൻ്റേതായ ഒരു വലിയ ലക്ഷ്യമുണ്ട്, അതിൻ്റേതായൊരു വലിയ പോരാട്ടമുണ്ട് എന്നാണ്. തീർച്ചയായും. നമ്മൾ പാഴാക്കിക്കളയുന്ന ഓരോ തരി ഭക്ഷണവും മറ്റൊരു ജീവന്റെ നിലനിൽപ്പിന് എത്രത്തോളം അത്യാവശ്യമാണെന്നൊരു വലിയ തിരിച്ചറിവ് കൂടി ഇത് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത കേവലം ഒരു ഉറുമ്പിനെക്കുറിച്ചുള്ള ലളിതമായൊരു വർണ്ണന മാത്രമല്ല. അതെ, ഒരിക്കലുമല്ല. മറിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ജീവിയുടെ ജീവിതത്തെ കടമയുടെയും നിസ്വാർത്ഥതയുടെയും സവിശേഷമായ സൗന്ദര്യത്തിന്റെയും ഒക്കെ വലിയൊരു കഥയായി കവി ഇതിൽ ഉയർത്തിക്കാട്ടുകയാണ്. അതെ, എല്ലാറ്റിനുപരിയായി അതിജീവനത്തിനായുള്ള ഇതിഹാസതുല്യമായ പോരാട്ടത്തിന്റെ കഥയാണിത്. ശരിയാ. ആ ഉറുമ്പിന്റെ താളത്തിലുള്ള നടത്തം മുതൽ അത് ചുമക്കുന്ന ഭാരം, അത് നേരിടുന്ന പ്രതിബന്ധങ്ങൾ, ഒടുവിലത് എത്തിച്ചേരുന്ന ആ മൺകൂനക്കോട്ട വരെ എല്ലാം ഒരു വലിയ ജീവിതചക്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണല്ലോ. തീർച്ചയായും. ഓരോ വരികളിലും ആ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ട്. ഒരു ചെറിയ ജീവിയിലൂടെ ഇത്രയും വലിയൊരു ലോകം തുറന്നിടുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വലിയ കാവ്യാനുഭവമാണ്. അതെ അതെ.